ഖുദാമത്ത് ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു കള്ള് അനുവദിച്ചുകൊണ്ട് കള്ള് ഹലാലാണ് എന്ന് പറഞ്ഞു അദ്ദേഹം കള്ള് കുടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇത് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു കള്ള് ഹലാലാണ്. പരിശുദ്ധ ഖുർആനിലെ ലൈസ അലൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തഅമു എന്ന് പറയുന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുകയും അദ്ദേഹം കള്ള് കുടിക്കുകയും ചെയ്തു. ഇത് പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കള്ള് അനുവദിച്ച് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടിച്ചത്. ഇത് പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കള്ള് അനുവദിച്ച് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടിച്ചത്. അതല്ലാതെ ഒരു ഹറാമ് ചെയ്യാൻ ഉദ്ദേശത്തിലല്ല, മറിച്ച് കള്ള് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ള് കുടിച്ചു. ഏതെങ്കിലും ഒരു സഹാബി ഖുദാമത്ത് ബിൻ മദ്ഊനിനെ കാഫിറാക്കിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നസീഹത്ത് കൊടുത്തു, അദ്ദേഹത്തോട് മാറാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കള്ള് കുടിച്ചതിന്റെ പേരിൽ ഹജ്ജ് അഥവാ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അതല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് കാഫിറാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെതായ ഒരു തഅ്വീൽ ഉണ്ടായിരുന്നു. ആ ആയത്ത് മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണ്. അപ്പൊ അത് ശർഅ അംഗീകരിച്ചു, ശർഅ പരിഗണിച്ചു. ഇവര് പറയുന്നത് പോലെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവർ പറയുന്നു ഇൽമു വ്യാപകമാണ്. ഇപ്പൊ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇതിനേക്കാളും ഇൽമു വ്യാപകമായിരുന്നു. എന്നിട്ടും ഒരു സഹാബിക്ക് അടിസ്ഥാനം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കുഫറിന്റെ ഇനം ഒരു സഹാബിയിൽ വന്നപ്പോൾ സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അവർക്ക് ഉദ്ർ കൊടുത്തു. എന്നിട്ടും ഒരു സഹാബിക്ക് അടിസ്ഥാനം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കുഫറിന്റെ ഇനം ഒരു സഹാബിയിൽ വന്നപ്പോൾ സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അവർക്ക് ഉദ്ർ കൊടുത്തു. ബദറിൽ പങ്കെടുത്ത പ്രമുഖനായ സ്വഹാബി ഖുദാമ റളിയല്ലാഹു അൻഹു കള്ളുകുടിച്ചു എന്ന വിഷയം. പക്ഷേ അദ്ദേഹം കള്ളു കുടിച്ചത് കള്ള് ഹലാലാണ് എന്ന് വാദിച്ചുകൊണ്ടാണ്. ഹറാമാക്കപ്പെട്ട ഒരു കാര്യം ഹലാലാണെന്ന് വാദിക്കൽ കുഫറാണ്. അപ്പൊ അദ്ദേഹം കുഫർ ചെയ്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവോ സഹാബത്തോ കാഫറാക്കിയില്ല എന്നാണ് ഇവരുടെ വാദം. ഈ കാര്യം ആശിഖ് തന്റെ സംസാരത്തിൽ അവസാന ഭാഗത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഖുദാമ കള്ള് ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുടിച്ചത് എന്നിട്ട് പിന്നെ കുറച്ച് പറഞ്ഞ ശേഷം പിന്നെ പറയാണ് പ്രധാനപ്പെട്ട കുഫറിന്റെ ഇനം സംഭവിച്ചു. പിന്നെ അല്പം കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിന്റേതായ തഅ്വീൽ ഉണ്ടായിരുന്നു, ശർഅ് അത് പരിഗണിച്ചു. എന്നിട്ട് ആശിക്ക് പറയാണ് ഹറാമാക്കിയത് ഹലാലാക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഇനം ഒരു സഹാബിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം അവർക്ക് ഉദ്ർ കൊടുത്തു. ഇതാണ് ആശിക്ക് സഹാബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണം. ഒരു സഹാബി കുഫ്ർ ചെയ്തു എന്ന് മാത്രമല്ല, കുഫ്ർ ചെയ്ത സഹാബിക്ക് മറ്റു സഹാബികൾ ഉദ്റും ബിൽ ജഹൽ കൊടുത്തിട്ട് കാഫറാക്കിയില്ല എന്നത്. ഈ വായിച്ച വാചകങ്ങൾ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകാം. എന്നിതിന്റെ വസ്തുതയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് കൊണ്ടുവന്നത് സഹാബത്തിന്റെ കാലാണല്ലോ, ഖുർആൻ സുന്നത്തൊക്കെ ആൾക്കാർ വ്യാപകമായി പഠിച്ച കാലല്ലേ, എന്നിട്ട് കുഫ്ർ സംഭവിച്ചില്ലേ? ഇപ്പൊ ഫോണുണ്ട്, നെറ്റുണ്ട്, അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാലഘട്ടത്തിലാണോ അറിവുള്ളത്? അപ്പൊ ഇതിനേക്കാൾ അറിവുള്ള കാലത്ത് കുഫ്ർ സംഭവിച്ചിട്ടില്ലേ എന്നതിന് വളരെ ബലപ്പെട്ട ഒരു തെളിവായി ഒന്നാമതായി ആശിഖ് അവതരിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാൽ ഇത് ആശിഖിന് മാത്രം സംഭവിച്ച ഒരു തെറ്റല്ല. ആശിഖ് ആരെയാണോ അവലംബിക്കുന്നത് അവിടെ മുതൽ ഈ പ്രശ്നം തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ആശിഖ് മാത്രമല്ല, ഇതേ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളതും അവരിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് അതിന് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ, കണ്ടോ സഹാബത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഖുദാമ കള്ള് ഹലാലാക്കി എന്നിട്ട് കുഫ്ർ ചെയ്തു, എന്നിട്ടും അദ്ദേഹത്തെ കാഫറാക്കിയിട്ടില്ലല്ലോ, അദ്ദേഹം വിവരമില്ലാത്ത ആളാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ചില ആളുകൾ അയച്ചു തന്നിട്ടുള്ള രേഖകളിൽ നിന്നും ഇത് മനസ്സിലാക്കാം. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് എല്ലാവരുടെയും സോഴ്സ് ഒന്നാണ് എന്ന് മനസ്സിലായത്. ആ സോഴ്സ് വളരെ പൗരാണികരായ പണ്ഡിതന്മാരിലേക്ക് പോകുന്നതല്ല, മറിച്ച് ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള റിയാദിലുള്ള ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസർ റൈസ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉദ്റു ബിൽ ജഹ്ലി ബൈനൽ ഗുലുവി വൽ ജഫാഇ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ റൈസർ റൈസ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിശോധിക്കാതെ ഏറ്റെടുത്ത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് ഈ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഷെയ്ഖ് റൈസർ റൈസ് എഴുതിയ കാര്യങ്ങളുടെ വസ്തുതയെന്ത്, വാസ്തവമെന്ത് എന്നത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജിൽ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചർച്ച തുടങ്ങുകയാണ്. അതിന്റെ ചുരുക്കം ഇതാണ്: ഒരാളിൽ ശിർക്ക് സംഭവിച്ചാൽ ആ തക്ഫീർ നടത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തിയെ
ഷിർക്കിയെ അല്ലെങ്കിൽ ഷിർക്കിന്റെ ഇനത്തെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പരിഗണിക്കേണ്ടതുണ്ട്. ഒരാൾ ഒരു കുഫറിന്റെ ഇനം ചെയ്യുകയോ കുഫറിന്റെ ഒരു പ്രവൃത്തി ചെയ്യുകയോ കുഫറിന്റെ ഒരു വാക്ക് പറയുകയോ ചെയ്താൽ അയാൾ എല്ലാ ആളുകളും അതുകൊണ്ട് വ്യക്തിപരമായി കാഫറാവുകയില്ല. കുഫറിൽ ഏർപ്പെട്ട എല്ലാവരും കാഫറാവുകയില്ല. ഇക്കാര്യം മജ്മുഉൽ ഫത്താവയിൽ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും ഇത്തിബാർ കൊണ്ടും അതിന് തെളിവുണ്ട് എന്ന് ആമുഖമായി അദ്ദേഹം പറഞ്ഞു വെക്കുക. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഇവരും പറയുന്നത്. ഈ പറഞ്ഞാൽ നമുക്ക് എതിർപ്പില്ല. ഏത് കുഫർ ചെയ്താല് കുഫർ പറഞ്ഞ എല്ലാ ആളുകളും കാഫറാവുന്ന അഭിപ്രായമല്ല. കുതിർബൽ ജഹൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇത് തർക്കമുള്ള വിഷയമല്ല. പക്ഷെ ഈ ആമുഖത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഖുർആനിൽ തെളിവുണ്ട്, സുന്നത്തിൽ തെളിവുണ്ട്, പിന്നെ ഇജ്മാഇൽ തെളിവുണ്ട്. ആ ഇജ്മാഇന് തെളിവായിട്ടാണ് അദ്ദേഹം പുസ്തകത്തിന്റെ 4-5 പേജുകളിൽ ഈ കാര്യം കൊണ്ടുവരുന്നത്. അമ്മൽ ഇജ്മാഉ എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഖുദാമത്ത് ബിൻ മൽഊൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബി കള്ള് കുടിക്കുന്നത് ഹലാലാക്കി എന്ന കാര്യം മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സഹാബികളും അദ്ദേഹത്തെ കാഫറാക്കുകയും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ ഇജ്മാഇ തെളിവായി പറഞ്ഞത് ഫമാ സബത ഇൻദ അബ്ദുർ റസാഖ് മിൻ ഖിസ്സത്തി ഖുദാമത്ത് ബിൻ മൽഊൻ അൽ-ബദരി ലമ്മസ്തഹല്ല ശുർബൽ ഖംരി. എന്നിട്ട് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ 8ാം ഭാഗം, അതിന്റെ പേജ് നമ്പർ, ഹദീസിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ പറഞ്ഞു ദല്ല അലാ അന്ന തഅ്വീല മാനിഉ മിന തക്ഫീർ ബി ഇജ്മാഇ സഹാബ. സഹാബത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായമനുസരിച്ച് തക്ഫീർ നടത്തുന്നതിൽ നിന്ന് തടയുന്ന സംഗതിയാണ് ഒരാളിൽ ഉണ്ടാകുന്ന വ്യാഖ്യാനം എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. അപ്പൊ ഒരു തഅ്വീൽ പിഴവ് പറ്റിയാൽ അയാളെ കാഫറാക്കേണ്ടതില്ല എന്ന് സഹാബത്തിന്റെ ഇജ്മാഉണ്ട്. ഈ പറഞ്ഞതിലും എതിർപ്പില്ല. എന്നാൽ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് ശേഷം ഷെയ്ഖ് റൈസ് പറയുന്ന വാചകം ഫമഅ തലബ്ബുസി ഖുദാമ ഇബ്നു മൽഊൻ ബിൽ കുഫ്രി ഇല്ലാ അന്നഹു ലം യക്ഫുർ ബിഐനി ബൽ ഹുവ ബദരിയ്യുൻ. ഖുദാമത്ത് ബിൻ മൽഊൻ കുഫ്ർ പ്രവർത്തിച്ചതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തിപരമായി കാഫറായില്ല, മറിച്ച് അദ്ദേഹം ബദരീകളിൽപ്പെട്ടവനാകുന്നു. എന്നിട്ട് മജ്മുഉ ഫത്താവ 7ാം വാള്യം 610ാമത്തെ പേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് റൈസ് കൊടുത്തിട്ടുള്ള മുസന്നഫ് അബ്ദുർ റസാഖിലെ ഹദീസും മജ്മുഉൽ ഫത്താവയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പരിശോധിച്ചാൽ ഇവിടെ 2 അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഷെയ്ഖ് റൈസ് പറഞ്ഞിട്ടുള്ള ഇവിടെ ആശിക്ക് അവതരിപ്പിച്ചിട്ടുള്ള അങ്ങനെ മറ്റു പലരും അവതരിപ്പിക്കുന്ന ഈ ഒരു പദം മുസന്നഫ് അബ്ദുർ റസാഖിലില്ല. കള്ള് കുടിക്കൽ അനുവദനീയമാക്കി എന്ന വാക്കോ സഹാബികളും ഉമർ ഖത്താബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബികളും അതിനാൽ അദ്ദേഹത്തെ കാഫറാക്കിയില്ല എന്ന വാചകവും ഹദീസിലില്ല. ഹദീസിലില്ലാത്തൊരു കാര്യം ഇങ്ങനെ പിന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക. ഇനി ഇബ്നു തൈമിയയുടെ ഫത്താവയിലും ഈ പറയുന്ന ഇബ്നു ഖുദാമ കുഫ്ർ പ്രവർത്തിച്ചു, പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി കാഫറായില്ല എന്ന് പറയുന്ന ഭാഗം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഫത്താവയിലുമില്ല. ഫത്താവ 7ാം വാള്യം 609ാമത്തെ പേജ് ഷെയ്ഖ് റൈസ് എഴുതിയിട്ടുള്ള അതേ പേജ് നമ്പറിൽ തന്നെ ഒരാൾ എപ്പോൾ കാഫറാവുകയില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ വാചകം നേരത്തെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ നിലപാട് വായിച്ചപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഭാഗം. അതിന്റെ ബാക്കി ഭാഗം പിന്നെ മറ്റൊരു വിഷയത്തിൽ ഞാൻ വായിക്കാമെന്നും അന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വായിക്കുന്നത്. ഒരാൾ തെറ്റുപറ്റി അങ്ങനെ അദ്ദേഹം ധരിക്കുകയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ കള്ള് ഹറാമാക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തി ചെയ്യുന്ന ആളുകൾക്ക് കള്ള് ഹറാമാണ് എന്ന കാര്യം ബാധകമല്ല. ഏതുപോലെ ചില ആളുകൾക്ക് ഈ കാര്യത്തിൽ തെറ്റുപറ്റുകയും പശ്ചാത്തപിക്കാൻ വേണ്ടി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും ചെയ്തവരെ പോലെ ഇതുപോലെ സംഭവിക്കുന്ന മറ്റ് ആളുകളോടും പശ്ചാത്തപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവർക്ക് തെളിവ് ഇഖാമത്തുൽ ഹുജ്ജ നടത്തുകയും വേണം. എന്നിട്ട് അവർ തെളിവൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അസറു അവരുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ കഫറു ഹീനൈദിൻ അപ്പോൾ അവർ കാഫറായിത്തീരും. അതിനു മുമ്പ് അവരെ കാഫറുകൾ എന്ന് വിധിക്കാൻ പാടില്ല. ഏതുപോലെ കമാലം യഹ്കും അസ്സഹാബത്തു ബികുഫ്രി ഖുദാമത്ത് ബിൻ മൽഊൻ. ഖുദാമത്ത് ബിൻ മൽഊൻ എന്ന സഹാബിയെ സംബന്ധിച്ച് കാഫറാണെന്ന് സഹാബികൾ വിധിച്ചിട്ടില്ലാത്തതുപോലെ വഅസ്ഹാബിഹി ഖുദാമന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ലമ്മാ ഗലിതു ഫീമാ ഗലിതു ഫീഹി മിനത് തഅ്വീൽ. കണ്ടോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്താ പറയുന്നത്? കള്ള് ഹലാലാണെന്ന് വാദിച്ചിട്ടും അദ്ദേഹം കാഫറായില്ല എന്നല്ല, മറിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കള്ള് ഹറാമാണ് എന്ന വിധിയിൽ നിന്ന്
നിന്ന് അവർ ഒഴിവാക്കപ്പെടും. കാരണം എന്താ, അവർ വിശ്വാസികളാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണ്. അപ്പൊ അവർ ഭക്ഷിക്കുന്ന വിഷയത്തിൽ അവർക്ക് കുറ്റമില്ല എന്ന് ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അവസാനിപ്പിച്ചതോ എന്ന് പറഞ്ഞുകൊണ്ടാ, അവർക്ക് ഏതൊന്നിൽ തെറ്റുപറ്റിയോ അവർക്ക് തെറ്റുപറ്റി. ഏതാണ് കാര്യം? മിനത്തഅ്വീലി, ആയത്തിനെ വ്യാഖ്യാനിച്ചു. അപ്പോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കള്ളുകുടി ഹലാലാണ് എന്ന് ഖുദാമത്ത് ബിൻ മദ്ഊൻ വാദിച്ചു എന്ന് എഴുതിയിട്ടില്ല. ഈ വാചകത്തിലും അതില്ല. മറിച്ച് റൈസ് എഴുതിയിട്ടുള്ളതിന് വിരുദ്ധവും ആശിക്ക് പറഞ്ഞതിന് വിരുദ്ധവുമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എഴുതിയത് വസ്തുതയാണ്. ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കള്ളു കുടിച്ചാൽ കുഴപ്പമില്ല, അത് പൊറുക്കപ്പെടും എന്ന് വാദിച്ചു. അല്ലാതെ കള്ള് ഹലാലാണെന്ന് വാദിച്ചു എന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഖുദാമത്ത് ബിൻ മദ്ഊൻ കുഫറുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്തു എന്ന് പറയാ? ഒരാൾ കള്ളുടിച്ചാൽ കാഫറാവുക. ഇനി കള്ളുടിച്ചാൽ ഞാൻ ചെയ്ത അമല് കൊണ്ട് അത് പൊറുക്കപ്പെടും, അതുകൊണ്ട് എനിക്ക് കള്ളുടിക്കാം, കുടിച്ചാൽ കുഴപ്പമില്ല കാരണം അത് പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യം. പക്ഷേ ആ വ്യാഖ്യാനവും തെറ്റാണ്. അതുകൊണ്ടാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കാഫറാണ് എന്ന് പറയുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലാതെ വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റി എന്നതല്ലാതെ കള്ള് ഹലാലാണ് എന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ല. ഇനി ഈ കാര്യം മറ്റ് റിവായത്തുകൾ പരിശോധിച്ച് നോക്കുക. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരീഖുൽ ഔസത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 43-ാമത്തെ പേജിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. 150-ാമത്തെ നമ്പർ ഹദീസായി. അതിലെവിടെയും ഈ പറയുന്ന കള്ള് ഹലാലാണ് എന്ന വാദം ഖുദാമ പറഞ്ഞതായി ആ റിവായത്തിൽ എവിടെയും കൊടുത്തിട്ടില്ല. മറിച്ച് കള്ളുകൂടി ലഹരി ബാധിച്ചു, ഭാര്യ അദ്ദേഹത്തിനെതിരിൽ സാക്ഷി പറയുകയും അങ്ങനെ അദ്ദേഹത്തിനെ അടിക്കുകയും ചെയ്തു എന്ന സംഭവമാണ്. ഇനി ഇവിടെ ഷെയ്ഖ് റൈസ് കൊണ്ടുവന്നിട്ടുള്ളത് മുസന്നഫ് അബ്ദുർ റസാഖിൽ അങ്ങനെയുണ്ട് എന്നാണല്ലോ. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖ് പരിശോധിച്ച് നോക്കിയാൽ കള്ള് ഹലാലാണെന്ന് ഖുദാമ വാദിച്ചതായോ ഖുദാമയെ ഖണ്ഡിക്കാൻ വേണ്ടി കള്ള് ഹറാമാണ് എന്നതിന് ഉമർ ഖത്താബോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബിയോ അദ്ദേഹത്തിനോട് തെളിവ് ആയത്തോതി കൊടുത്തതായോ ഹദീസ് ഓതി കൊടുത്തതായോ കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഖുദാമക്ക് അങ്ങനെ വാദമുണ്ടെങ്കിലല്ലേ, ഹലാലാണ് എന്ന് വാദമുണ്ടെങ്കിലല്ലേ ഹറാമിന്റെ ആയത്തോണ്ടത് ആയത്തോ ഹദീസ് ഓതേണ്ടത്. അത് രണ്ടും ഓതിയിട്ടില്ല. മാത്രമല്ല ഉമർ ഖത്താബും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിഴവ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1776-ാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ സംഭവം വിശദമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കുള്ളൂ. അല്പം നീണ്ട ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ജാറൂദ് എന്ന് പറയുന്ന ആള് ബഹ്റൈനിൽ നിന്ന് വന്ന് ഖുദാമ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയാൻ. അപ്പൊ ഉമർ ഖത്താബ് ചോദിക്കുന്നു, നിനക്കാരാ വേറെ സാക്ഷിയുള്ളത്? അബൂ ഹുറൈറ തെളിവുണ്ട്, സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു വിളിച്ചു. അബൂ ഹുറൈറ ചോദിച്ചു, ഞാൻ എന്തിനാണ് സാക്ഷി പറയേണ്ടത്, എന്തിനെ സംബന്ധിച്ചാണ് സാക്ഷി പറയേണ്ടത്? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ വിഷയമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുദാമ കള്ളുടിക്കുന്നത് ഞാൻ കണ്ടില്ല, എന്നാൽ അദ്ദേഹം ലഹരി ബാധിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് വിഷയം വിശദീകരിച്ചുകൊണ്ട് അവിടെ ഈ സംഭവത്തിൽ അദ്ദേഹത്തോട് ഉമർ ഖത്താബ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കാണാം ഹദ് നടപ്പിലാക്കാൻ പോവാണ്, കള്ളു കുടിച്ചുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോവാ എന്ന് ഖുദാമയോട് ഉമർ ഖത്താബ് പറഞ്ഞു. അപ്പൊ ഖുദാമ പറഞ്ഞു, അവര് പറയുന്നത് പോലെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചു, എന്താ കാരണം? അപ്പൊ ഖുദാമ പറഞ്ഞു, സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചു. അല്ലാഹു തആല എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ മേൽ യാതൊരു കുറ്റവുമില്ല. ഏത് കാര്യത്തിൽ? ഫീമാ ത്വഇമു, അവർ ഭക്ഷിച്ചുപോയ സംഗതികളുടെ കാര്യത്തിൽ. ഇദാ മത്തഖൗ വ ആമനു, അവർ സൂക്ഷ്മത പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരായാൽ അക്കാലത്തോളം. അപ്പോ വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിൽ, തഖ്വ പാലിച്ച വിശ്വാസികളാണെങ്കിൽ അവർ ഭക്ഷിച്ച കാര്യത്തിൽ അവർക്ക് കുഴപ്പമില്ല എന്ന് ആയത്തുണ്ടല്ലോ. അപ്പൊ ഈ വാക്കിനർത്ഥം എന്താ? ഞാൻ വിശ്വാസിയാണ്, അമൽ സാലിഹാത്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഭക്ഷിക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ കള്ളു കുടിച്ചാലും അതുകൊണ്ട് കുറ്റമുണ്ടാവുകയില്ല. കാരണം എന്താ? ഈമാനും തഖ്വയും അമൽ സാലിഹാത്തും ഉള്ളത് കൊണ്ട് ഈ പാപം പൊറുക്കപ്പെടും എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, നീ വ്യാഖ്യാനം തെറ്റിച്ചു, അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ നിനക്ക് പിഴവ് സംഭവിച്ചു. കാരണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ നിന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയതിനെ നീ വെടിയുമായിരുന്നു, നീ കള്ളു കുടിക്കുമായിരുന്നില്ല. അപ്പൊ കള്ളു കുടിച്ചതുകൊണ്ട് നീ തഖ്വ പുലർത്തിയിട്ടില്ല, നീ ആയത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, വ്യാഖ്യാനിച്ചത് ശരിയായില്ല. കാരണം ആയത്തിന്റെ അവസാനം പറഞ്ഞാൽ എന്താ? കുറ്റല്ല എന്ന് പറഞ്ഞാൽ ആർക്കാ? ഇദാ
മത്തഖൗ, തഖ്വ പുലർത്തിയാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചത് കൽപ്പിക്കുക, ഹറാമാക്കിയത് വെടിയുക എന്നാണ്. അപ്പൊ തഖ്വ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ കള്ള് നീ കുടിക്കില്ല, നീ വെടിയുമായിരുന്നു, അപ്പൻ എന്റെ വാദം ശരിയല്ല എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. അങ്ങനെ ഖുദാമയെ അടിക്കാൻ വേണ്ടി ഉമർ ഖത്താബ് കൽപ്പിച്ചു. ഇതാണ് ഈ ഹദീസിൽ ഒരു സ്ഥലത്തും ഖുദാമ കള്ള് ഹലാലാണെന്ന് വാദിച്ചതായോ അതിനെതിരിൽ ഉമർ ഖത്താബോ മറ്റേതെങ്കിലും സഹാബികളോ കള്ള് ഹറാമാണ് എന്നതിന് ആയത്തൂതിയതോ ഹദീസൂതിയതോ ആയി കാണാൻ സാധ്യമല്ല. അപ്പൊ വളരെ വ്യക്തമായ ഹദീസിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിലില്ലാത്ത ഒരു വാദമാണ്, കാര്യമാണ് സഹാബിയെ സംബന്ധിച്ച് ഷെയ്ഖ് റൈസർ റൈസ് എഴുതിയിട്ടുള്ളത്. ഷെയ്ഖ് റൈസേഴ്സ് മാത്രമല്ല, വേറെയും പല പണ്ഡിതന്മാർ ഇതേ വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഹലാലാണെന്ന് വാദിച്ചു എന്നതിന് ഒരു തെളിവും ആർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹത്തിന് പിഴവ് പറ്റിയതാണ്, വ്യാഖ്യാനത്തിൽ പിഴവ് പറ്റി. ഇനി ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനൽ കുബ്ര 5270 നമ്പർ ആയ ഹദീസിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെയും മുകളിൽ പറഞ്ഞതുപോലെ കള്ള് ഹലാലാണെന്ന് ഖുദാമ വാദിക്കുകയോ ഉമർ ഖത്താബോ സഹാബികളോ കള്ള് ഹറാമാണെന്ന് തെളിവ് ഉദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അതിലും ഇല്ല എന്ന് മാത്രമല്ല, വ്യാഖ്യാനത്തിൽ പിഴവ് പറ്റി എന്ന് തന്നെയാണ് ഉമർ ഖത്താബും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അവർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. അവിടെയും ഉമർ ഖത്താബ് ഖുദാമയോട് ചോദിക്കുന്നത് മാ ഹമലക അലാ ദാലിക, കള്ള് കുടിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താ? കള്ള് ഹലാലാണ് എന്ന് വാദിച്ചു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്നല്ല, മറിച്ച് ഖുദാമ നേരത്തെ പറഞ്ഞ സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്തോതി കൊടുക്കുക. ആ ആയത്തോതിക്കുന്നതിന് ശേഷം ഒരു വാചകം കൂടി മുകളിലുള്ള മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇല്ലാത്തൊരു വാചകം കൂടെ കാണാം. വ അന മിൻഹും ഐ മിനൽ മുഹാജിരിൽ അവ്വലീന വമിൻ അഹ്ലി ബദ്രിൻ വഅഹ്ലി ഉഹുദിൻ, ഞാൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് ഖുദാമ പറഞ്ഞു. അതായത് ഞാൻ ആദ്യകാല മുഹാജിറിൽപ്പെട്ട ആളാണ്, ബദറിൽ പങ്കെടുത്ത ആളാണ്, ഉഹുദിൽ പങ്കെടുത്ത ആളാണ്. അപ്പോ ഇങ്ങനൊക്കെ ആയ എന്നെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിച്ചാൽ അത് പൊറുക്കപ്പെടും, ജുനാഹില്ല, കുറ്റമില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന വ്യാഖ്യാനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോ ഉമർ ഖത്താബ് പറഞ്ഞു, സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇയാൾക്ക് മറുപടി കൊടുക്കുക. ആരും ഒന്നും മിണ്ടില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് പറയാണ്, അജീബ്ഹു, ഖുദാമക്ക് നീ മറുപടി കൊടുക്കൂ. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുദാമക്ക് നൽകിയ മറുപടി കള്ള് ഹറാമാണ് എന്നതിന് ആയത്തൂതല്ല, മറിച്ച് ആയത്തിനെ വ്യാഖ്യാനിച്ചതുള്ള പിഴവെന്താണ് എന്ന് പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഓതിയ ആയത്ത്, ആ ആയത്ത് ഏതാണ്? ഉദ്റാണ്. ആർക്ക്? ലിമൻ ശരിബഹാ മിനൽ മാദീൻ ഖബ്ല അൻ തുഹറം, കള്ള് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവർ കുടിച്ചതിൽ അവർക്ക് ഉദ്റുണ്ട്. കള്ള് ഹറാമാക്കണതിന് മുമ്പും കുടിച്ചത് കള്ള് തന്നെയാണ്. പക്ഷെ ഹറാമെന്ന വിധി വരുന്നതിന് മുമ്പ് കള്ള് കുടിച്ചവർക്ക് കുറ്റല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഫീമാ തഴിമു, ഇനി കുടിക്കാൻ പോകുന്നതിലെന്നല്ല, ഭക്ഷിച്ചു കഴിഞ്ഞതിൽ കുടിച്ചു പോയതിൽ തെറ്റില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കള്ളിനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ള ആളുകൾക്കോ, അതായത് ആയത്തിറങ്ങിയതിനു ശേഷമുള്ള ആളുകൾക്ക് കള്ള് ഹറാമാണ്, ഈ ആയത്തിന് ശേഷമുള്ള ആളുകൾക്ക് കുടിച്ചു പോയത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ശേഷമുള്ളവർക്ക് കുടിക്കാം എന്നതിൽ കിട്ടൂല, മുമ്പ് കുടിച്ചവർക്ക് കുറ്റല്ല എന്നേ കിട്ടുള്ളൂ. കാരണം ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, ഈ ആയത്തോതി 90-ാമത്തെ ആയത്ത്. എന്നിട്ട് പറഞ്ഞു ഹുജ്ജത്തുൻ അലൽ ബാഖീൻ, ഈ ആയത്ത് ശേഷമുള്ളവർക്ക് തെളിവാണ്. അതായത് കള്ള് ഹറാമാണ് എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള ആളുകൾക്ക് ഉള്ള തെളിവ് എന്താ? ഹറാമാണ്, ശൈത്താന്റെ പ്രവർത്തനിക്കപ്പെട്ട റിജ്സാണ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുമ്പ് കുടിച്ചവർക്ക് പ്രശ്നമല്ല, ഇനി കുടിക്കുന്നവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ എന്താ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ ഖുർആൻ തന്നെ ആയത്തോതിക്കൊണ്ട് തന്നെ ആ വ്യാഖ്യാനം തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതല്ലാതെ കള്ള് ഹറാമാണ് എന്നതിനല്ല ആയത്ത്, ഈ വ്യാഖ്യാനത്തിന് വേണ്ടി ഈ ആയത്തോതി കൊടുത്തു. ഇവിടെയും നമുക്ക് കാണാം മുകളിൽ പറഞ്ഞ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഈ വാദം ഈ റിപ്പോർട്ടിലില്ല. ഇനി ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ അൽ ഇസ്തിആദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യം 1278-ാമത്തെ പേജ് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നിങ്ങൾക്ക് വ്യാഖ്യാനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ഹറാമാക്കിയതിനെ നിങ്ങൾ വെടിയുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതിലൊന്നും തന്നെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. മറിച്ച് അദ്ദേഹത്തിന് ഉണ്ടായത് ഒരു ശുബ്ഹത്താണ്, ഒരു സംശയമാണ്, ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. അതെന്താണ്? താൻ മുഹാജിറുകളിൽ ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്ന, ആദ്യം തന്നെ ഹിജ്റ പോയ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ബദറിലും ഉഹദിലുമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, വിശ്വാസിയാണ്, അമൽ സാലിഹാത്ത് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അമൽ
സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഈ കാര്യം ഇല്ലാതായി പോകും. ഏത്? അവരുടെ പാപം പൊറുക്കപ്പെടും. ഇനി കുടിച്ചാൽ തന്നെ കുഴപ്പമില്ല എന്നാ ഹലാലായതുകൊണ്ടല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഭീമാ തഴയുമോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം തെറ്റായി വാദിക്കുകയാണ് ചെയ്തത്. ഇനി ഈ കാര്യങ്ങൾ മറ്റ് തെളിവുകൾ പരിശോധിച്ചാൽ, മറ്റ് പണ്ഡിതന്മാർ ഇതിനെ എങ്ങനെ കണ്ടു അതുകൂടി പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമാകും. ഇമാം അൽ ഖറാഫി മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ്. ഹിജ്റ 684 മരണപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അൽ ഫുറൂഖ് എന്ന് പറയുന്ന പുസ്തകം, ഇത് ഞാൻ നേരത്തെ മറ്റൊരു സന്ദർഭത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം, ഈ വാചകമല്ല. അതിൽ ഖറാഫി രേഖപ്പെടുത്തുകയാണ്, ഖാളി ഇസ്മായിൽ ബിൻ ഇസ്ഹാഖ്, ഹിജ്റ 282 മരണപ്പെട്ട ഖാളി ഇസ്മായിൽ ബിൻ ഇസ്ഹാഖിന്റെ വാചകമായി ഖറാഫി രേഖപ്പെടുത്തുന്നത്, ഖുദാമ അദ്ദേഹം മനസ്സിലാക്കിയത് താൻ ഏതൊരവസ്ഥയിലാണോ, അതായത് നേരത്തെ പറഞ്ഞ ഹിജ്റ, അതുപോലെ തന്നെ വിശ്വാസം, തഖ്വ, അമൽ സാലിഹ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുകഫിറു മാ കാന മിൻ ശുർബിഹി, താൻ കുടിച്ച കാര്യത്തെ അത് മായ്ച്ചു കളയും. കാരണം അദ്ദേഹം തഖ്വയുള്ളവനും വിശ്വസിച്ചവനും സൽക്കർമ്മം ബോധിച്ചവനും ഒക്കെയാണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിൽ പിഴവ് പറ്റി എന്ന് ഖാളി ഇസ്മായിൽ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, കള്ള് ഹലാലാണെന്ന് വാദിച്ചു എന്നല്ല, മറിച്ച് വ്യാഖ്യാനത്തിൽ പിഴവ് പറ്റിയെന്നാണ്. ഇനി ഇബ്നുൽ അറബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2ാം വാള്യം 169 പേജിലും ഈ കാര്യങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഫഹാദ യദുല്ലു അലാ തഅ്വീലിൽ ആയ, ആയത്തിനെ വ്യാഖ്യാനിക്കുന്നതിനെയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോ ഹലാലാണെന്ന് വാദിച്ചതല്ല, ആയത്തിനെ വ്യാഖ്യാനിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതോ, ഈ പറഞ്ഞ വാദങ്ങൾ, ആയത്തോതിയതും ഈ പറഞ്ഞതും ഒക്കെ എന്നെ ഹദ്ദടിക്കാൻ പറ്റുകയില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ ആളാണ് എന്നുള്ളത് കാന ഹാദ മിൻ അഫ്സദി തഅ്വീലിൻ, ഏറ്റവും ഫസാദായ കുഴപ്പം പിടിച്ച വ്യാഖ്യാനമായിരുന്നു ഇത്. കാരണം എന്താ, വഖദ് ഖഫിയ അലാ ഖുദാമ, അപ്പോ ഇനിയും കള്ളു കുടിക്കാൻ പാടില്ല ആരാണെങ്കിലും ശരി എന്ന കാര്യം ഖുദാമ അവ്യക്തമായി. ഇതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു വന്ന കാര്യം. ഒരാൾക്ക് ഒരു കാര്യം അറിയില്ല വിചാരിക്കുക, അവ്യക്തമായി പോയി, ഗോപ്യമായി, ഇത് ശിർക്ക് പറ്റൂലേ, അല്ലാത്ത ദുആ ചെയ്യാൻ പാടുണ്ടല്ലേ എന്നതുപോലെയല്ല. ഈ പറയുന്ന ഒരു ആയത്തിന്റെ വ്യാഖ്യാനം, അല്ലാതെ കള്ള് ഹറാമാണ് എന്ന സംശയവും ഇവിടെ ആർക്കില്ല, ഖുദാമക്കില്ല. അത് അദ്ദേഹത്തിന് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയ എന്താ, ഈ ആയത്തിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ പെടും. അപ്പോ ആ വ്യാഖ്യാനം ശരിയല്ല എന്നത് അദ്ദേഹത്തിന് അവ്യക്തമായി. വഅറഫഹു മൻ വഫഖഹു അല്ലാഹു ലഹു കഉമർ വബ്നുൽ അബ്ബാസ്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ അബ്ബാസ് പോലെയുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച ആളുകൾ നിങ്ങൾക്ക് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ അദ്ദേഹം പിന്മാറി. ഇനി ജസ്വാസിന്റെ, ഹനഫി പണ്ഡിതനായ ജസ്വാസിന്റെ അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 4ാം വാള്യം 128 പേജിലും അദ്ദേഹം ഈ കാര്യം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇമാം സുഹ്രി പറഞ്ഞതായി ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഇവിടെ ഖുദാമയുടെ കാര്യത്തിൽ ഷാമിൽ കള്ളുകുടിച്ച ആളുകളുടെ മേൽ എന്ത് വിധി നടപ്പിലാക്കിയോ ആ വിധി ഖുദാമയുടെ മേൽ സഹാബത്ത് നടപ്പിലാക്കിയില്ല. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഖുദാമയുടെ വിധിയായിരുന്നില്ല അവർക്ക് വിധിച്ചത്, അവരുടെ വിധിയായിരുന്നില്ല ഖുദാമക്ക് വിധിച്ചത്. കാരണം ഷാമിൽ കള്ളുകുടിച്ച ആളുകൾ കള്ള് ഹലാലാണെന്ന് വാദിച്ചുകൊണ്ടാണ് അക്കൂട്ടർ കള്ളുകുടിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് വാദിച്ചാൽ കാഫിറുൻ, അവൻ കാഫിറാകുന്നു. അപ്പെന്താ, ഷാമിലുള്ള ആളുകൾ കള്ളുകുടിച്ചു, അവര് കള്ള് ഹലാലാണെന്ന് വാദിച്ചു, അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള വിധി കൊടുത്തു, അവരോട് തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ഖുദാമത്ത് ബിൻ മൽഊൻ ഫലം യശ്റബ്ഹ മുസ്തഹില്ലൻ ലിശുർബിഹ, കള്ള് ഹലാലാണെന്ന് വാദിച്ചുകൊണ്ട് കള്ളു കുടിച്ചിട്ടില്ല, മറിച്ച് ഇന്നമാ തഅവ്വലൽ ആയ, അദ്ദേഹം ആയത്തിനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ കണ്ടോ, ജസ്വാസും പറയുന്നത് കള്ള് ഹലാലാണെന്ന് വാദിച്ചു എന്നല്ല, മറിച്ച് ആയത്തിനെ വ്യാഖ്യാനിച്ചു. അതിൽ അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്? അദ്ദേഹം ഈ ആയത്തിൽ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വഅന്നഹു ലാ യസ്തഹിഖുൽ ഉഖൂബത അലാ ശുർബിഹാ മഅ ഇഅ്തിഖാദിഹി ലിതഹരീമിഹാ വലിതക്ബീരി ഇഹ്സാനിഹി സാതുഹു. കണ്ടോ, ജസ്സാസിന്റെ വാചകം വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ച് തെറ്റുപറ്റി, ആ ആയത്തിന്റെ പരിധിയിൽ ഞാൻ പെടും, അതുകൊണ്ട് എന്നെ കുടിച്ചാൽ ഞാൻ ശിക്ഷക്കർഹനല്ല. എന്താ കാരണം? മഅ ഇഅ്തിഖാദിഹി ലിതഹരീമിഹാ, കള്ള് ഹറാമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് തന്നെ, കണ്ടോ, കള്ള് ഹലാലാണെന്ന് വിശ്വസിച്ചു മനസ്സിലാക്കിയെന്നല്ല, വിലക്കേരി
വെച്ച തെറ്റാണ്, പറയുന്നത് തെറ്റാണ്. കള്ള് ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ പോലും ഞാൻ ശിക്ഷക്കർഹനല്ല, കാരണം ഈ ആയത്തിന്റെ പരിധിയിൽ ഞാൻ വിടും. വലി തക്ഫീരി ഇഹ്സാനിഹി ഇസാഅത്തുഹു, അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ താൻ ചെയ്യുന്ന തിന്മകളെ മായ്ച്ചു കളയും എന്ന ധാരണയുടെയും അടിസ്ഥാനത്തിൽ. അപ്പോ ഇവിടെയെല്ലാം പറയുന്നത് വാസ്തവമാണ്. ഈ വാസ്തവത്തിന് വിരുദ്ധമായ ഹദീസിലില്ലാത്ത, അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലാത്ത, ഖുദാമ ധരിച്ചിട്ടില്ലാത്ത, വാദിച്ചിട്ടില്ലാത്ത ഒരു വാദം ഖുദാമയുടെ പേരിൽ ഉന്നയിക്കുകയും എന്നിട്ട് കണ്ടോ അദ്ദേഹം കുഫ്ർ പ്രവർത്തിച്ചു, കുഫ്റിലേർപ്പെട്ടു, എന്നിട്ട് അദ്ദേഹത്തിന് ഉഴുതു കൊടുത്തു, ഉമർ ഖത്താബും സഹാബത്തും അദ്ദേഹത്തെ കാഫറാക്കിയില്ല, അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുഫ്ർ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളെയും കാഫറാക്കേണ്ടതില്ല, ഉഴുതു കൊടുക്കാം എന്നതിനാണ്. അപ്പോ ഇല്ലാത്തൊരു വാദം ഉണ്ടാക്കി സ്ഥാപിക്കാം. ഇത് ഒരിക്കലും വിവരമുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല. ഇവിടെ ഷെയ്ഖ് റൈസർ റൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അദ്ദേഹം വേറെ പണ്ഡിതന്മാർ പലരും വേറെയും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞത് അനുസരിച്ച് പറഞ്ഞതാണോ എന്തോ അല്ലാഹു അഅലം. മനഃപൂർവ്വം അങ്ങനെ എഴുതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാനും കഴിയില്ല ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ പിഴവ് പറ്റി എന്നത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഈ ഹദീസിൽ അതുണ്ടോ ഇല്ലേ എന്ന് പ്രത്യേകം പറയണം, അത് വിശദീകരിക്കണം, ആ ഹദീസ് കാണിക്കണം. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വാചകം അതിലുണ്ടോ ഇല്ല, അതൊക്കെ നമ്മൾ പരിശോധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുകളുടെ മൻഹജിലേക്കും അടക്കണം എന്ന് പറയുന്നു. അപ്പൊ അതിനെയും പരിഹസിക്കും. ആഷിഖ് പറയുന്നുണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കിയാൽ മതി, പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടതില്ല എന്ന് ചില ആളുകൾ പറയുന്നു. പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ടതില്ല എന്നല്ല, പണ്ഡിതന്മാരിലേക്ക് മടക്കണം. എന്തിനനുസരിച്ചാണെങ്കിൽ? ഖുർആനും സുന്നത്തും അനുസരിച്ചാണെങ്കിൽ. അല്ലാത്ത വിഷയത്തിലോ അവർക്ക് പിഴവറ്റിയിട്ടുണ്ടോ, പിഴവ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അതുപോലെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഖുദാമ കള്ള് ഹലാലാണെന്ന് വാദിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയ അബദ്ധമാണെന്നല്ലാതെ ഈ അബദ്ധങ്ങൾ മുഴുവൻ പരിശോധിക്കാതെ എവിടെന്നെങ്കിൽ കേൾക്കുന്നതോ കാണുന്നതോ ഒക്കെ കൊണ്ടുവന്ന് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നവർക്കും ആ പിഴവ് പറ്റും എന്നത് ഗൗരവത്തോടുകൂടി വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അംഗീകരിക്കുകയും അല്ലാത്തതിൽ അവരെ പിന്നാലെ പോകാതിരിക്കുകയും അവർ തന്നെ സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് അവരുടേത് പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിൽ